അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് തന്നെയാണ്. അതായത് ഒരു ലെവൽ കൺട്രോളിംഗ് പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണ് ഒരു PLC ഉപയോഗിച്ച് നമുക്ക് ലാഡർ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിനെ എങ്ങനെ PLC ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാം എന്നതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഒരു മോട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ട്, സെയിം ഒരു ഔട്ട്ലെറ്റ് വാൾവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിമിറ്റ് സ്വിച്ച്, അതായത് ലെവൽ സെൻസിങ് സെൻസർ, അതായത് ലോ ലെവൽ സെൻസർ എന്നുള്ള രീതിയിൽ നമ്മളൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഹൈ ലെവൽ സെൻസറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ട് പുഷ് ബട്ടൺ ഉണ്ട്, അതേപോലെ ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇൻലെറ്റ് വാൾവ് ഓൺ ആവും. അതിന് കാരണം ലോ ലെവൽ സെൻസർ സെൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ടാങ്ക് എംപ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻലെറ്റ് വാൾവ് ഓൺ ആകുകയും ഇൻലെറ്റ് വാൾവിൽ കൂടെ ഫ്ലോ നടക്കുകയും ചെയ്യും. അതായത് മോട്ടർ ഓൺ ആകുകയും പാരലലി നമ്മൾ ഈ ഇൻലെറ്റ് വാൾവിലൂടെ ലിക്വിഡ് അകത്തോട്ട് ഫില്ലാകുകയും ചെയ്യും. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് ഹൈ ലെവൽ സെൻസറിൽ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മോട്ടർ ഓഫ് ആകുകയും പിന്നെ തിരിച്ച് അത് ഔട്ട്ലെറ്റ് വാൾവ് ഓൺ ആകുകയും ചെയ്യും. ഇതാണ് ഒരു പ്രോസസ്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലോ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ ഗ്രീൻ കാണിക്കുന്നത്. അതേപോലെ ഇൻലെറ്റ് വാൾവ് ഓണായി, മോട്ടറും അതേപോലെ തന്നെ ഓണായി. ഇപ്പോൾ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഫില്ലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ലെവൽ സെൻസറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യും. ഐ മീൻ ആ ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്യുകയും മോട്ടറിനെ ഓഫ് ആക്കുകയും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇൻലെറ്റ് വാൾവും ഓഫ് ആവും. അതിന് പകരം നമ്മൾ ഔട്ട്ലെറ്റ് വാൾവ് ഓൺ ആകുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ സെൻസറിൽ ഇപ്പോൾ ടച്ച് ചെയ്ത ഉടനെ രണ്ട് വാൾവ്, അതായത് ഇൻലെറ്റ് വാൾവ് ഓഫായി, മോട്ടർ ഓഫായി, ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോ, അതായത് ടാങ്കിൽ നിന്നും ലിക്വിഡ് എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെവൽ കുറഞ്ഞു വരികയാണ്. വീണ്ടും ലോ ലെവൽ സെൻസറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? വീണ്ടും ഔട്ട്ലെറ്റ് വാൾവ് ഓഫ് ആകുകയും ഇൻലെറ്റ് വാൾവും മോട്ടറും ഒരുമിച്ച് ഓൺ ആകുകയും ചെയ്യും. ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. നമുക്കത് ജസ്റ്റ് ഇപ്പോൾ ലോ ലെവൽ സെൻസറിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ലോ ലെവൽ സെൻസറിൽ ടച്ച് ചെയ്തു, ഔട്ട്ലെറ്റ് വാൾവ് ഓഫായി, ഇൻലെറ്റ് വാൾവും മോട്ടറും ഓണായി. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ലൈവായിട്ടുള്ള പ്രോസസ്സ്. ഇനി ഈ സെയിം പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണ്, അതായത് ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്, PLCയിൽ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഇൻലെറ്റ് വാൾവ്, ഔട്ട്ലെറ്റ് വാൾവ്, ലോ ലെവൽ സെൻസർ, അതേപോലെ തന്നെ ഹൈ ലെവൽ സെൻസർ, സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റോപ്പ് ബട്ടൺ. ഇനി നമുക്ക് നോക്കാം ലാഡറിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, നമ്മൾ ഇതിനെ റഗ് എന്നാണ് പറയുക, ലെഫ്റ്റും റൈറ്റും നമ്മൾ ഒരു റങ്സ് ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പുഷ് ബട്ടണിന് വേണ്ടിയിട്ട് നമ്മളൊരു ലാച്ചിങ് സംവിധാനം കൊണ്ടുവരുന്നു. ലാച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് ഓൾറെഡി നമ്മൾ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലാച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സ്റ്റാർട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത്, അത് പുഷ് ബട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു പൾസ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് M0 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ്സ് ഓൺ ആകുകയും അത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അതാണ് ലാച്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ നമ്മളവിടെ NCയിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, അത് നോക്കാം ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ M0 ഉപയോഗിച്ചിട്ട് എന്താണ്, M0യും ലെവൽ സെൻസറും ഇത് രണ്ടും ഓൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻലെറ്റ് വാൾവ് ഓൺ ആകണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഈ ലാഡറിൽ കൊടുത്തു. അതേപോലെ തന്നെ ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് വാൾവ് ഓഫ് ആകുകയുമാണല്ലോ, അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ലെവൽ സെൻസറിൻ്റെ ഒരു NC എന്ന് പറയുന്ന ബട്ടൺ നമ്മളവിടെ കൊടുത്തു വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ഈ M0 വെച്ചുകൊണ്ട് തന്നെ M0 ഓൾവേസ് കണ്ടിന്യൂസ് ഓൺ ആയിരിക്കും. ഓക്കെ, ഇനി M0 ഓൺ ആയിരിക്കുന്ന സമയത്ത് സപ്ലൈ വന്നുകൊണ്ടിരിക്കും. ഇനി ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഈ ഔട്ട്പുട്ട് വേരിയബിൾ ലാച്ചായിട്ട് ആക്ട് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് വരികയും ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ സെൻസർ, അതായത് ലോ ലെവൽ സെൻസറിൻ്റെ ഒരു NC എടുത്തിട്ട്
ഈ റങ്ങിൻ്റെ ഈ പൊസിഷനിൽ നമ്മൾ വയ്ക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് പുഷ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊടുത്തു വയ്ക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. നമ്മൾ സ്റ്റാർട്ട് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, M0 എന്ന് പറയുന്നത് ലാച്ച് ആകുകയും ഓട്ടോമാറ്റിക്കായിട്ട് M0 വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്രീൻ കാണുന്നിടത്താണ് സപ്ലൈ നടക്കുക അല്ലേ. അപ്പോൾ ഈ ലെവൽ സെൻസർ ഓണായ ഉടനെ, അതായത് ലോ ലെവൽ സെൻസർ ഓണായ ഉടനെ എന്താ സംഭവിക്കുന്നത്, അതായത് ഈ റങ്ക്, അതായത് M0 എന്നുള്ള ഇൻപുട്ട് വേരിയബിളിൽ ഈ റങ്കിൽ വന്നിട്ട് ഇവിടെ കട്ട് ഓഫ് ആയി. അതായത് ഈ ഗ്രീൻ കളർ കാണുന്ന ആ ലൈനിൽ കൂടെയാണ് ആക്ച്വലി കണ്ടിന്യൂറ്റി നടക്കുക, സപ്ലൈ നടക്കുക. അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഓൺ ആകുകയും സപ്ലൈ ഫില്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇൻലെറ്റ് വാൾവിന് സെയിം തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോട്ടറും കൂടെ കണക്ട് ചെയ്യും. അത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, അത് വളരെ സിമ്പിളാണ്. ഇൻലെറ്റ് വാൾവിൻ്റെ ഇൻപുട്ട് അഡ്രസ്സിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം ഔട്ട്പുട്ട് അഡ്രസ്സായിട്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻലെറ്റ് വാൾവ് അതായത് ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്തു. ഇനി ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവിടുത്തെ അത് NC മാറി അത് NO ആയി മാറും. ഓക്കെ, ഇപ്പോൾ ഹൈ ലെവൽ സെൻസർ ഡിറ്റക്ട് ചെയ്തു, അത് NC ആയി മാറി. ഇപ്പോൾ എന്താണ്, അതായത് ഔട്ട്ലെറ്റ് വാൾവാണ് ഇപ്പോൾ ഓൺ ആയിട്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇത് എപ്പോഴാണ് ലോ ലെവൽ സെൻസറിൽ ടച്ച് ആകുന്ന സമയത്ത് ഹൈ ലെവൽ സെൻസറിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കണക്ഷൻ കിട്ടുകയും അതായത് ഇൻലെറ്റ് വാൾവ് ഓൺ ആകുകയും ഔട്ട്ലെറ്റ് വാൾവ് ഓഫ് ആകുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു കോൺസെപ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് ഒരു PLC ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. അതായത് PLCയിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഒരു ഹൈ ലെവലും ഒരു ലോ ലെവലും സെൻസർ നമുക്ക് കണക്ട് ചെയ്തിട്ട്, ടാങ്ക് വേണമെന്നില്ല, ഹൈ ലെവൽ ലോ ലെവൽ സെൻസർ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് നടക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും.